ട്രിവാൻഡ്രത്ത് 5 സെന്റിൽ നമുക്കൊരു കിടിലം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം അന്തിയൂർക്കോണം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി എന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 15 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ വേണ്ടി വരുന്ന ദൂരം വരുന്നത്. ഇവിടെ നമുക്ക് കാട്ടാക്കടയൊക്കെ നിയറസ്റ്റ് ആയിട്ട് അടുത്തൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഇപ്പം വികസനം നടന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു 20 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും ഈ ഒരു ലൊക്കേഷനിൽ എത്താം. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ തന്നെ അപ്പോൾ 19 വീട് വരെ വയ്ക്കുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ വീട് പണി കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം പണി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ വേറെ വീട് വേണമെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വീടൊക്കെ നിങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വീടാണ് നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് മെയിൻ ഹൈലൈറ്റ് 5 സെൻറ്റാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 1250 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു 200 മീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടെ എത്താനായിട്ടുള്ള ദൂരം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഫ്രണ്ട് എലിവേഷനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു എലിവേഷനൊക്കെ ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ കണ്ടോ, 2 സ്ലൈഡിങ് ഗേറ്റാണ് 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അകത്ത് വന്ന് നമുക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ വീടിന് 2 കാർ സുഖമായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് മുറ്റത്ത് നിൽക്കും. അപ്പോൾ നല്ല സ്പേസ് അതിനുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ റോഡായാലും നമുക്ക് 2 കാർ പോകാൻ കണക്കിനുള്ള റോഡാണ്. ഇതെല്ലാം ടാർ ചെയ്ത് കൊടുക്കും. വീടൊക്കെ വേറെയും പണി കഴിഞ്ഞ് കയറ്റേ നമുക്കത് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഇവിടെയാണ് ഇത് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു വൈഡായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ വാൾ ടൈലൊക്കെ യൂസ് ചെയ്ത് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ ഡോർ വരുന്നത് പ്ലാവിലാണ് കണ്ടോ. അപ്പോൾ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ലിവിങ് ഏരിയ കണ്ടോ. ഈ വീടിൻ്റെ ലിവിങ് ഏരിയ നല്ല വൈഡായിട്ടുള്ളതാണ്. ടൈലെല്ലാം കണ്ടോ ഈ ഒരു പാറ്റേൺ ആണ് തറയിൽ വരുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് ഒരു കോർണറിലായിട്ടാണ് കണ്ടത്. നമുക്ക് TV യൂണിറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നമുക്ക് ഒരു ഷെൽഫ് പോലെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഡെക്കോർ ഐറ്റമൊക്കെ വയ്ക്കാനൊക്കെ സ്പേസ് ഉണ്ട്. താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ബോർഡ് വർക്കിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുള്ള് ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് അതിന് ഓപ്പോസിറ്റ് ഇവിടെ തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ ഡൈനിങ് ടേബിൾ ഇട്ടാലും നമുക്ക് നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ആണ് സീലിംഗിലുണ്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. സിങ്ക്, താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമുക്കിവിടെ കിച്ചൺ വരുന്നത്. അതിൻ്റെ കയറി പോകുന്ന ഈ ഭാഗത്തുണ്ടോ ഫുള്ള് നമുക്ക് വാൾ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കിച്ചൻ്റെ വിശേഷം നോക്കുകയാണെങ്കിൽ തറയിൽ ഗ്രിപ്പിൻ ഡെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കണ്ടോ കാണാൻ സാധിക്കും. താഴെ മുകളിലായിട്ട് നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ നമുക്ക് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു സിങ്ക് വരുന്നുണ്ട് കണ്ടോ. നല്ല ഡെപ്തുള്ള ഒരു സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പൊക്കെ ടൈൽ കേട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചു. അപ്പോൾ ഈ സൈഡ് പോർഷൻ ഒരു ലീഫിൻ്റെ പാറ്റേണിലുള്ള ഒരു ടൈൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഗ്ലാസ് ടൈപ്പ് വരുന്ന പോർഷനിൽ നമുക്ക് അപ്പോൾ അലുമിനിയമാണ് നമുക്ക് ഇവിടുത്തെ ഡോർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തെ ഡോർ നമുക്ക് അലുമിനിയം, ബാക്കി ഫുള്ള് നമുക്ക് ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണാം. ഈ ഭാഗത്താണ് നമുക്ക് പുറകിൽ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഫുള്ള് തറയിലേക്ക് ടൈലൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഈ വീടിന് 3 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം നമ്മൾ ഈ ഒരു കാണുന്ന TV യൂണിറ്റിൻ്റെ വലത് ഭാഗത്ത് ഒരു ബെഡ്റൂമും ഇപ്പുറത്ത് ഇടത് ഭാഗത്ത് വേറൊരു ബെഡ്റൂമും ഒരു ബെഡ്റൂം ഇപ്പുറത്ത് ഇവിടെയായിട്ടാണ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. നമുക്കപ്പം ഇനി ഓരോ ബെഡ്റൂം നമുക്ക് കയറി കാണാം. ആദ്യം നമുക്ക് ഇവിടെ ഇടത് ഭാഗത്തുള്ള ഈ ഭാഗത്തുള്ള ഒരു ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂം ഉണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഈ ഒരു വീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1250 സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രൂബ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫുള്ളും മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു 3 ഡോർ വാർഡ്രൂബാണ്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഈ ഭാഗത്താണ് PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് അതിൻ്റെ ഡിസൈന്. പിന്നെ നല്ല സ്പേസ് ഉള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ്. ഷവർ എല്ലാ സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. സിങ്ക് എല്ലാ സംഭവവും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന് 2ഉം 3ഉം നമുക്ക് ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഒരു ബെഡ്റൂം ഇടത് ഭാഗത്ത്, ഒന്നിപ്പുറത്ത് വലത് ഭാഗത്ത്. അതിൻ്റെ കയറിപ്പോകുന്ന അതിന് തൊട്ട് മുമ്പായിട്ട് കണ്ടോ ഇവിടെ ഒരു ഇപ്പോൾ വാൾ ടൈലൊക്കെ കൊടുത്ത് നമുക്ക് ലൈറ്റിങ് കൊടുത്ത് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇടത് ഭാഗത്തുള്ള ബെഡ്റൂം നോക്കാം. ഇവിടെ ആയിട്ട് നമ്മൾ സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു സൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 2 വിൻഡോ വരുന്നുണ്ട്. സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു ടൈപ്പ് വാർഡ്രോബ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 3 ഡോർ ടൈപ്പാണ്. ഒരു മിറർ
ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറ് ഈ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അകത്ത് വരുമ്പോഴത്തേക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് മൊത്തത്തിൽ നമുക്ക് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ലാസ്റ്റ് ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെയും തറയിൽ നമുക്ക് സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെയും കാണാൻ സാധിക്കും. 2 വിൻഡോ 2 ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം വാർഡ്രോബ് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. 3 ഡോറാണ് നമുക്ക് വരുന്നത്. ഇവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതിൻ്റെ ഡോറ് കണ്ട് ഈ ഒരു പാറ്റേണാണ് വരുന്നത്. തറയിൽ നമ്മൾ അപ്പുറത്തെ പോലെ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ടൈലെല്ലാം വേറെ പാറ്റേണാണ് വരുന്നത്. ബാക്കി എല്ലാ ഫിറ്റിംഗ്സും നമ്മൾ നോർമലി കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കിടിലം വീടിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 58 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം ലോണിനാണ് വീട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള വീടോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോട്ടുള്ള ലക്ഷറി വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ കയ്യിൽ ധാരാളം വീടുകൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ വീടുകളെല്ലാം വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു കിടിലൻ വീടിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.